ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള ദൈവജനമേ, ഈ വർഷത്തെ നിങ്ങളുടെ കൺവെൻഷന്റെ ഭാഗമാവുന്നതിന് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. പ്രിയപ്പെട്ട ഷിനോയച്ചൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. പുനലൂരിനപ്പുറത്ത് തൊളിക്കോട്ട് കിടക്കുന്ന എന്നെ കുറിച്ച് ഇത്രയും തള്ളിയെങ്കിൽ ഞായറാഴ്ച മെത്രാപ്പോലിത്ത വരുമ്പോ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നെ പോലൊരു സാധുവിനെ കുറിച്ച് ഇത്രയൊക്കെ പറയണമെങ്കിൽ സെമിനാരി കാലം മുതലേ ഉള്ള ഒരു സ്നേഹവും പരിചയവുമാണ്. ആ ഒരു സ്നേഹത്തിലാണ് ഇന്നിവിടെ വരാനായിട്ട് ഇടയായത്. ഒത്തിരി തമാശകൾ സെമിനാരിയെ കുറിച്ചുണ്ട്. അത് തൽക്കാലം നിങ്ങളോട് പറയുന്നില്ല. അത് ഞങ്ങൾക്കിടയിൽ അത്തരം തമാശകളൊക്കെ നിൽക്കട്ടെ. ഞാനിങ്ങനെ നോക്കുമായിരുന്നു, സാധാരണ പള്ളികളിലൊന്നും അങ്ങനെ ഇപ്പൊ കൺവെൻഷൻ അധികം ആളില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് വളരെ കുറച്ചുപേരേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഗുണപ്പെടാത്തവർ ഇത്രയും പേരുണ്ടോ അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇത്രയും പേര് ഇവിടെ ഇന്ന് വന്നത് അല്ലേ? എന്തായാലും നിങ്ങളിൽ ചിലരെയൊക്കെ നമ്മുടെ അലക്സിനെയൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് സീവിൽ എനിക്ക് പാടാനൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ചില മുഖങ്ങളൊക്കെ പരിചയമുള്ളവരുണ്ട്. ഒരുപക്ഷെ ഇത് കഴിയുമ്പോൾ കൂടുതൽ പരിചയക്കാരെ കാണും. ഞാൻ പൈസ കൊടുക്കാനുള്ളവരും എനിക്ക് പൈസ തരാനുള്ളവരും ഒക്കെ ഇനി ചിലപ്പോൾ കാണാനായിട്ടുള്ള സാധ്യതയാണ്. കൂടുതൽ ഈ ഞാൻ ചോദിച്ചു ഇത് എന്തിനാ ഈ സാധനം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ലൈവാണ്. ഈ അച്ഛനൊരു ഭയങ്കര ബുദ്ധിമാനാണ്. പുള്ളിയുടെ പ്രസംഗം വന്നപ്പോ പറഞ്ഞു ഇത് കൊടുക്കല്ലേ. നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. എന്റെ എന്തായാലും ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാ കഥകളും ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും നിർത്തിയാൽ ഏതോ ഒരു കഥ വിഴുങ്ങി എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാണ്. നിങ്ങൾ അങ്ങനെ ഈ വില ഒന്നും പിടിച്ചിരിക്കണ്ട, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും കൂടെ വന്ന് കരയണ്ട. വണ്ടി പിടിച്ച് വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നിരുന്ന് കരയേണ്ട കാര്യമില്ല. അതുകൊണ്ട് സന്തോഷമായി ദൈവവചനം കേൾക്കുക. ഇനി എഴുതാനുള്ളതെല്ലാം മടക്കി വെക്കുക. വെറുതെ എഴുതി പേനയുടെ മഷി തീർത്തിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരുന്നൊന്ന് കേൾക്കുക. അത്രയും മതി. അവിടെ ഇതെല്ലാം കൂടി എഴുതണ്ട അല്ലേ? ഒരു 5-8-10 ബുക്ക് കാണത്തില്ലേ എഴുതിയതെല്ലാം കൂടെ. അവിടെ ഒന്നും എഴുതണ്ട കേട്ടോ. ഇത് വെറുതെ ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യവും പറയത്തില്ല, പറയാനൊക്കെ എനിക്ക് അറിയത്തുമില്ല. വളരെ ലളിതമായ ഒരു ഭാഗമാണ്. ഇന്നും നാളെയും നമ്മൾ ചിന്തിക്കുന്നത് ഒരേ വേദഭാഗമാണ്, എന്നാൽ അതിന്റെ 2 ഭാഗങ്ങൾ. അച്ഛൻ എന്നോട് ചോദിച്ചു വേദഭാഗം വായിക്കാനുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, വായിക്കണ്ട. കാരണം അതൊരു അധ്യായം മുഴുവൻ ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ ആവശ്യമുള്ളത് വായിച്ചോളാം എന്ന് ഞാൻ പറയുക. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നാളെ നമ്മൾ വായിക്കുന്നത് 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ ഇത് ഒരേ സംഭവമാണ്. അതിന്റെ 1-ാം ഭാഗം ഇന്ന് നമുക്ക് ധ്യാനിക്കാം. കൈസരിയയിൽ ഇത്താലിക്ക എന്ന പട്ടണത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി
എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കും. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ചു. സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാണത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസേ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയും. 125 സംവത്സരം ഈ പ്രദേശത്ത് ഒരു മാതൃകാ സമൂഹമായി നിലനിൽപ്പാൻ നീ ഞങ്ങൾക്ക് സഹായിച്ചു. ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകിയ വൈദികരെയും അതാത് കാലങ്ങളിലെ പട്ടക്കാരോട് ചേർന്ന് പ്രവർത്തിച്ച ഇടവക ചുമതലക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും അതാത് കാലങ്ങളിലെ പോഷക സംഘടനകളെയും അവയുടെ ചുമതലക്കാരെയും ഞങ്ങൾ നന്ദിയോടെ ഓർത്തു. പലരും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പലരും ക്ഷീണിതരാണ്. പലരും ഇപ്പോഴും ആദ്യ സ്നേഹം വിട്ടുകളയാതെ ഉത്സാഹത്തോടെ ആത്മാവിൽ എരിവുള്ളവരായി നിന്നെ ശുശ്രൂഷിക്കുന്നു. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയും. ഈ ഇടവകയിൽ നിന്ന് അവിടുന്ന് സഭയുടെ ശുശ്രൂഷയിലേക്ക് ഉയർത്തിയിട്ടുള്ള എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിമത്തിയോസ് തിരുമേനിക്ക് വേണ്ടിയും നൈനാനച്ഛന് വേണ്ടിയും അതുപോലെ അച്ഛന്റെ പിൻഗാമികളായി ഈ ഇടവകയിൽ നിന്ന് സഭയുടെ ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിച്ച വൈദികരെയും സുവിശേഷകരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഷിനോയ് അച്ഛനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ 125-ാം വർഷം ദൈവകൃപയോടെ ഈ ഇടവകയ്ക്ക് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുവാൻ നിന്റെ ദാസനെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഇടവകയുടെ എല്ലാ ചുമതലക്കാർക്കായും കമ്മിറ്റി അംഗങ്ങൾക്കായും സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന തോമസ് അച്ഛനെയും സാമച്ചനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അനുഗ്രഹിക്കാം. ഞങ്ങൾ ഇന്നും നാളെയുമായി ധ്യാനിക്കുന്ന ഈ വേദഭാഗം ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കും. കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്നതായ ഈ കാലഘട്ടം അതിന്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ദൈവവചനത്തിന്റെ തുറവി അനുഭവിക്കുവാനും ദൈവവചനത്തെ
കൂടുതൽ മനുഷ്യോന്മുഖമായി മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. എനിക്ക് കുറച്ചു നാൾ മുമ്പ് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു. നമുക്ക് വാട്സാപ്പ് മെസ്സേജ് വരാറുണ്ട്. എന്നാൽ സാധാരണ വരുന്ന വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്നും വളരെ വ്യത്യാസമുണ്ടായിരുന്നു ഈ ഒരു സന്ദേശം. മലയാളത്തിലാണ്. 3 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ. അതിങ്ങനെയാണ്: ആനയ്ക്ക് മതമിളകുന്നതും പട്ടിക്ക് പേ പിടിക്കുന്നതും മനുഷ്യന് മതം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെയാണ്. ആനയ്ക്ക് മതമിളകുന്നതും, പട്ടി ഒരു സ്റ്റാൻഡേർഡ് കുറവായതുകൊണ്ട് നമുക്ക് ശ്വാനന് പേ പിടിക്കുന്നതും മനുഷ്യന് മതം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെ. എന്റെ ഒരു വിചാരം, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തെ വളരെ മനോഹരമായി ഈ 3 വാചകങ്ങളിൽ സംക്ഷേപിച്ചിട്ടുണ്ട്. മതമിളകിയ ആന എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടുന്ന് 12 വരെ പോയാൽ മതി, അല്ലെ? അവിടെ ഉത്സവത്തിന് ആന വരും. അപ്പോൾ ഈ ആനയ്ക്ക് മതമിളകരുത് എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം മതമിളകിയ പാപ്പാനേതാ, പിന്നെ പാപ്പനേതാന്നൊന്നും ആർക്കറിഞ്ഞൂടെ. ഇത്രയും കാലവും നോക്കി നടത്തിയ, ഭക്ഷണം കൊടുത്ത, എല്ലാ ശുശ്രൂഷകളും ചെയ്ത, കുളിപ്പിച്ച പാപ്പാനെ ചുരുട്ടിയെടുത്ത് ജനലിനകത്തൂടെ. അപ്പൊ ഈ മതമിളകിയാലുള്ള കുഴപ്പം, ആരാ പാപ്പാൻ ആരാണ് പാപ്പൻ എന്നാർക്കറിയത്തില്ല. കാണുന്ന സകല എണ്ണത്തിനെയും കുത്തിപ്പോയി. ഉപദ്രവിക്കാൻ വരുന്നവരായാലും ഉപകാരം ചെയ്യാൻ വരുന്നവരായാലും മതമിളകിയാൽ പിന്നെ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ: സകല എണ്ണത്തിനെയും കുത്തിക്കൊല്ലും അല്ലെങ്കിൽ ചവിട്ടി. ഇനി നായയ്ക്ക് പേ പിടിച്ചാലും ഓടി നടന്ന് കടിക്കും. പേ പിടിച്ചാൽ പിന്നെ വീട്ടുകാരൻ ആരാ നാട്ടുകാരൻ ആരാ എന്നൊന്നുമില്ല, സകല എണ്ണത്തിനെയും കടിക്കും. അപ്പൊ പേ പിടിച്ച നായും മതമിളകിയ ആനയും എങ്ങനെയൊക്കെ പെരുമാറുമോ, എന്തൊക്കെ ചെയ്യുമോ, അതുപോലൊക്കെ തന്നെ ആയിരിക്കും മനുഷ്യൻ. ഇതിന്റെ അകത്തോട്ട് എന്ത് കയറിയാൽ? മതം കയറിയാൽ. ഇതിന്റെ അകത്ത് കയറേണ്ടത് ദൈവമാണ്, മതമല്ല. എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, മനുഷ്യൻ ദൈവത്തെക്കാൾ കൂടുതൽ മതത്തെ സ്നേഹിക്കുന്നു. തിന്നുന്നത് മതം, ശ്വസിക്കുന്നത് മതം, വിസർജിക്കുന്നത് മതം, സംസാരിക്കുന്നത് മതം. മതത്തിന്റെ കണ്ണാടിയിലൂടെ അല്ലാതെ ഒന്നും കാണാൻ മനുഷ്യൻ ഇപ്പോൾ കഴിയുന്നില്ല. നമ്മുടെ ഇപ്പോഴത്തെ പത്രവാർത്തകളും ചാനൽ ചർച്ചകളിലും ഒക്കെ കേട്ടാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തൊഴിലില്ലായ്മയെക്കുറിച്ചോ, ദാരിദ്ര്യത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്തതിനെ കുറിച്ചോ, വീടില്ലാത്തതിനെ കുറിച്ചോ, അഴിമതി നടക്കുന്നതിനെ കുറിച്ചോ, അല്ലെങ്കിൽ കാലാവസ്ഥ ഒന്നുമല്ല. എല്ലാവരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വരും നമ്മളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ. അത് പോയി കഴിഞ്ഞാൽ പിന്നെയും എന്താണ് സംസാരിക്കുന്നത്? അപ്പോൾ മനുഷ്യൻ ഒരു മതം തലയ്ക്ക് പിടിച്ച അവസ്ഥയിലാണിപ്പോ. ഒരുപക്ഷെ മറ്റേത് കാലത്തെക്കാളും ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ആരാണോ ഏറ്റവും കൂടുതൽ വെറുപ്പ് പ്രസംഗിക്കുന്നത്
അയാളാണ് സമുദായ നേതാവ്. ആരാണോ ഏറ്റവും കൂടുതൽ വെറുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അയാൾക്കാണ് മതതീഷ്ണതയുള്ളത്. ആരാണ് ഇനിയിപ്പം നമ്മുടെ ഒരു ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാത്രം സ്വർഗത്തിൽ പോവും, വേറെ സകലരും നരകത്തിൽ പോവും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളാണ് വിശ്വാസി. അതുകൊണ്ട് ഈ മതം തലയ്ക്ക് പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? ഇന്ന് രാത്രി അതിനെക്കുറിച്ച് പറയാം. നാളെ വരണം, നാളെയാണ് നല്ല പ്രസംഗം കേട്ടോ. അല്ലെ നിങ്ങളെ ഞാൻ പ്രസംഗം നാളെ ഇത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ടൈപ്പ് പ്രസംഗമാണോ എന്ന് എനിക്കറിയാം. നമുക്കിങ്ങനെ ഇങ്ങനെ സ്പ്രിങ്ങിയാ നിൽക്കണം, പിന്നെ ഇത് വൈബ്രേറ്റർ ഒക്കെ തൊണ്ടയ്ക്ക് പിടിപ്പിച്ചിട്ട് വിറപ്പിക്കണം, ദൈവം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു രോമമൊക്കെ എഴുന്നേക്കണം. ഇന്ന് രോമം ഒന്നും എഴുന്നേക്കണം. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഇന്ന് ചിന്തിക്കാനുള്ള സാവകാശം വികാരമാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഞങ്ങളെ എന്തെന്ന് വിളിക്കുന്നത് വികാരി വികാരി എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോത്തിനെ ഉദ്ദീപിപ്പിക്കണം? നിങ്ങളുടെ വികാരങ്ങളെ ഉദ്ദീപിക്കും. വിവേകവും പണ്ഡിതനാകും. നമ്മളെ ചിന്തിക്കാൻ നമ്മൾ ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രശ്നം മനുഷ്യനെ ചിന്തിക്കാൻ അനുവദിക്കില്ല. മതം എന്നത് വിവേകമല്ല, വികാരം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് വിശ്വാസികളെ ചിന്തിക്കാൻ അനുവദിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അവരുടെ അതുകൊണ്ടാണ് ഈ പത്രത്തിലൊക്കെ വരുന്നത് മതവികാരം. കേട്ടിട്ടുണ്ടോ സാധനം? അപ്പൊ അത്രയും അങ്ങോട്ട് ഇളക്കാൻ പറ്റാത്ത ആളെയാണ് അസിസ്റ്റന്റ് വികാരി എന്ന് പറയുന്നത്. ഈ അച്ഛൻ കോട്ടയത്ത് 3 കൊല്ലം 4 കൊല്ലം അങ്ങനെ ഇളക്കി പഠിച്ചതിന് ശേഷമാണ് ഇപ്പൊ അച്ഛൻ എന്തായിട്ട് വെച്ചിരിക്കുന്നത്. ഈ മതവികാരം മതവികാരം മതവികാരം. അപ്പൊ എന്ത് ഇളക്കി വിടണം? വികാരം ഇളക്കി വിടണം. ഞാൻ ആനുകാലിക സംഭവങ്ങൾ ഒന്നും പറയുന്നില്ല, നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ വികാരം ഇളക്കാനല്ല, മറിച്ച് മതം എന്നത് ഒരു വിവേകമാണ്, ചില തിരിച്ചറിവുകളാണ്, ഒരു ഡിസേൺമെന്റ് ആണ്, ചില ബോധ്യങ്ങളാണ് എന്നതിലേക്ക്. അതുകൊണ്ടാണ് മതത്തെ കുറിച്ച് പറയുന്നത് അതൊരു എൻലൈറ്റൻമെന്റ് ആണ്, അതൊരു തിരിച്ചറിവാണ്, അതൊരു ജ്ഞാനോദയമാണ്. അതുകൊണ്ട് ഇന്നും നാളെയുമായി നമ്മൾ 2 തലങ്ങളിലായിട്ടാണ് ഈ വചനത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് മതം തലയ്ക്ക് പിടിച്ച ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന അപകടങ്ങൾ. 2, ഈ മതം തലയ്ക്കകത്തു നിന്ന് ഇറങ്ങി ദൈവം തലയ്ക്കകത്തോട്ട് കയറുമ്പോൾ വരുന്ന മാറ്റങ്ങൾ. അപ്പൊ നിങ്ങൾക്കൊരു തലക്കെട്ട് വേണമെങ്കിൽ പറയാനായിട്ട്, അല്ലെങ്കിൽ നാളെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്കൊന്നും കാണത്തില്ല പറയാൻ. ചേച്ചി എന്നൊന്നും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ പ്രകാശമുള്ളൂ. ചേച്ചി അല്ലെ ആന്റി. ഇപ്പൊ ഏതാ ആന്റി ഏതാ ചേച്ചി എന്നൊന്നും അറിയാൻ മേല. കാരണം മൊത്തത്തിലൊരു ബാപ്റ്റൈസ്ഡ് ഇൻ ഗോദ്രേജ് എന്നൊക്കെ പറയുന്ന പോലെ. ഇത് തെറ്റൊന്നുമല്ല, ഇവരവർക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ കളിയാക്കിയൊന്നുമല്ല, എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്ത മുടിയൊന്നും ഇല്ല. അപ്പോ മതം തലയ്ക്കകത്ത് കയറുന്നു, അതിനെ നമുക്ക് ഇറക്കി വിടണം. ഇപ്പൊ ഇതിൻ്റെ അകത്തിരിക്കുന്നത് മതമാണ്, അവിടെ ഇരിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. അപ്പോൾ മതം തലയ്ക്കകത്ത് കയറുമ്പോൾ എന്ത് സംഭവിക്കും? അതിനെ ഇറക്കി വിട്ടിട്ട് ദൈവം തലയ്ക്കകത്ത് കയറുമ്പോൾ എന്ത് വ്യത്യാസം? അതിനെക്കുറിച്ചാണ് ഇന്നും നാളെയുമായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ വേദഭാഗം തുടങ്ങുന്നത് ഒരു വിജാതീയനായ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കൈസരിയ എന്ന സ്ഥലത്ത് ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർണേലിയസ് എന്ന ഒരു ശതാധിപൻ ഉണ്ടായി. അപ്പൊ അയാളെ കുറിച്ച് ഉള്ള ഒരു
ഒരു എന്താ പറയുക, ഒരു ഇനിഷ്യൽ അയാളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇനിഷ്യൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥൻ. അപ്പോൾ പട്ടാളത്തിലെ നമ്മൾ ഈ ബറ്റാലിയൻ എന്നൊക്കെ ഇവിടെ പട്ടാളക്കാര് ഉണ്ടെങ്കിൽ അവർക്കറിയാം, ഒരു ചെറിയ യൂണിറ്റിന്റെ ഒക്കെ ചുമതലയാണ്. അപ്പൊ 100 പേരുള്ള ഒരു ഡിവിഷന്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ചുമതലയുള്ള ആളാണ് സെഞ്ചുറിയൻ. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ സെഞ്ചുറി ഹോസ്പിറ്റൽ എന്നല്ല, 100 പേരുള്ള ഒരു വിഭാഗം, അതാണ് ഒരു യൂണിറ്റ്. ഈ യൂണിറ്റിന്റെ ചുമതലയുള്ള മനുഷ്യന്റെ പേരാണ് കൊർണലിയസ്. അപ്പൊ ഇദ്ദേഹം ഒരു വിജാതീയനാണ്, പരിച്ഛേദന ഏറ്റിട്ടുള്ള ആളല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മാമോദീസ വെള്ളം വീണയാളല്ല. അക്രൈസ്തവൻ എന്ന് വേണമെങ്കിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ മാറ്റി നിർത്തി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനത്, ഇയാളൊരു അക്രൈസ്തവനാണ്. അപ്പോൾ ഇങ്ങനെ അക്രൈസ്തവനായ ഒരു പട്ടാളക്കാരനെ കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. അവിടെ പറയുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ വേദപുസ്തകം ഉപയോഗിക്കുന്ന 4 കാര്യങ്ങൾ അവിടെ പറയുന്നു. 1, അവൻ ഭക്തനാണ്. 2, തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. എ ഡിവൗട്ട് മാൻ who feared God with all his household, gave alms generously to the people and prayed continually to God. 4 വിശേഷണങ്ങളാണ്. 1, ഭക്തൻ. 2, ദൈവത്തെ ഭയപ്പെടുന്നവൻ. 3, ജനത്തിന് ധർമ്മം ചെയ്യുന്നവൻ. 4, എപ്പോഴും പ്രാർത്ഥന. നമുക്കതൊന്ന് പറഞ്ഞു തുടങ്ങാം. ഒരു വിജാതീയനായ അക്രൈസ്തവനായ ഒരാളെ ഭക്തൻ എന്ന് വിളിക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങളോട് ഈ മുളക്കഴ പള്ളിയിലെ ഒരു 10 ഭക്തന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ, ഒന്ന് നമ്മളാണ്. ഇനി എത്ര പേരുടെ പേരുടെ വേണം? ഒരു 9 പേരുടെ പേരും കൂടെ വേണം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എന്നാൽ ഒരു 10 കപടഭക്തിക്കാരുടെ പേര് പറയാൻ പറഞ്ഞാലോ, നമ്മൾ എന്നാലും അതിനകത്ത് കാണത്തില്ല. എന്നുവെച്ചാൽ 10 മതിയോ? അപ്പോൾ ഈ ഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില ധാരണകളുണ്ട്. ആരെയാണ് നിങ്ങൾ ഭക്തൻ എന്ന് വിളിക്കുന്നത്? അപ്പൊ ഈ പള്ളിയിലെ ഒരു ഭക്തന്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു ലക്ഷണങ്ങൾ ഭക്തന്റെ? ഒരു കൊമ്പം മീശ ഉള്ള ഒരാളെ നിങ്ങൾ ഭക്തനായിട്ട് പരിഗണിക്കൂ. എന്താ പാപം ഇവിടാണോ ഇരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആദ്യം വടിച്ചു കളയുന്നത് എന്തുവാ? ഈ ഒരു കൊമ്പം മീശ വെച്ചാൽ അയാൾക്ക് ഭക്തനാവാൻ പറ്റത്തില്ല. നമ്മൾ സമ്മതിക്കൂല. നല്ല മനുഷ്യനായിരിക്കും. ഇപ്പൊ ഒരു നല്ല ചെറുപ്പക്കാരൻ, ഒരു മുടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരനെ നിങ്ങൾ ഒരു നല്ല ചെറുപ്പക്കാരനായിട്ട് അംഗീകരിക്കുമോ? പണ്ടൊരു പള്ളിയിൽ എന്റെ ഇപ്പോഴത്തെ പണ്ടത്തെ പള്ളി ഞാനും ഒരു കൊച്ചനും കൂടെ, അവൻ മുടി ഇങ്ങനെ വളരെ നീട്ടിയൊക്കെ വളർത്തി. ഞാനും അവനും തമ്മിൽ വലിയ കൂട്ടാം. അപ്പൊ എന്റെ പള്ളിയിലെ യുവനസഖ്യക്കാരെല്ലാം, യുവജനസഖ്യം എന്നല്ല പറഞ്ഞത്, ഒരു മോത്തിയുടെ പിള്ളാരെന്നാണ് അവര്. അതിന്റെ വലിയ ടീഷർട്ടൊക്കെ ഉണ്ട്, 19 പിള്ളേരുണ്ട്. അവര് മുഴുവൻ മോത്തിയുടെ പിള്ളാരം തോന്നുന്ന ടീഷർട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ നടക്കും. അപ്പൊ അവരെ വിളിക്കുന്നത് മോത്തിയുടെ പിള്ളാരൻ, യുവനസഖ്യക്കാരെന്നല്ല. അപ്പൊ അതിൽ ഈ മോത്തിയുടെ പിള്ളാരുടെ കൂട്ടത്തിൽ ഒരു പയ്യനുണ്ട്, അവൻ ഇതിന്റെ മുടിയൊക്കെ നീട്ടി വളർത്തി. അപ്പൊ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരപ്പച്ചൻ, അച്ഛാ ഞാൻ ചെന്നു, നിങ്ങൾ വലിയ ഫ്രണ്ട്സാണ്. ഞാൻ പറഞ്ഞാൽ അവനോട് മുടി വെട്ടാൻ പറഞ്ഞു.
അപ്പൊ ഞാൻ നോക്കിയപ്പോ പുള്ളിയുടെ തലയിൽ ഒന്നുമില്ല, എന്റെ തലയിലും ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അച്ഛാന്റെ തലയിൽ, എന്റെ തലയിലും ഒന്നുമില്ല. അവനെങ്കിലും വളർത്തട്ടെ അച്ഛൻ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരല്ലേ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പല വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ മുടിയൊക്കെ ഇല്ലാതാവും. അപ്പൊ നമ്മൾ ഒരാളെ ഭക്തനെന്ന് എപ്പോഴാ പറയുന്നത്? മുടി വളർത്തിയാൽ ഭക്തൻ, അവന്റെ ഹൃദയശുദ്ധിയിൽ ഒന്നും പറ്റൂല. അപ്പൊ അതുപോലാണ് ഒരാൾ ഭക്തനാണ്, ഒരു കൊമ്പം വീശക്കാരൻ ഒരാൾ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നാൽ നിങ്ങൾ സംഭവിക്കും. നല്ല മനുഷ്യനാ, പറ്റൂല. കാരണം പാപം എവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാള് ഒരു രക്ഷിക്കപ്പെട്ട പിറ്റേ ദിവസം വേദോസം വായിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റെത്തി. അപ്പൊ ആരായി ഭക്തൻ? സേവ്യാസംഘത്തിൽ വരുന്ന ഒരു അമ്മച്ചി ഒരു ലെഗിൻസ് ഇട്ടുകൊണ്ട് വന്നാൽ നിങ്ങൾ സമ്മതിക്കും? കാല് പോകുന്നവർ, പൊങ്ങാത്തവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊന്ന് പോകിയെങ്കിലല്ലേ അതിനകത്തോട് കയറും. പൊങ്ങാത്തവർക്കൊന്നും ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്ന് പൊങ്ങണ്ടേ. പിന്നെ അവസാനം സെഞ്ചുറി ആശുപത്രി പോയി കിടക്കും. പിന്നെ സേവ്യാസംഘക്കാർ അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ നമ്മൾ ഒരാളെ ഭക്തനെന്ന് പറയുന്നത് ചില ബാഹ്യമായ, പക്ഷെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര പേടിയാണ് മനുഷ്യർക്ക്. നമ്മൾ പലപ്പോഴും ദൈവത്തെക്കാൾ കൂടുതൽ പേടിക്കുന്നത് ആരെയാണ്? മനുഷ്യരെയാണ്. അതുകൊണ്ടാണ് ഭക്തൻ എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, ഇയാളൊരു വെറും ഭക്തനല്ല. ഈ വേദപുസ്തകം പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതിയത് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു വാക്കും അധികമല്ല, അളന്നു തൂക്കി ആവശ്യമുള്ളത് മാത്രമേ എഴുതിട്ടു. അപ്പോൾ ഇവിടെ പറയുന്നു കൊർന്നല്ലിയോസ് ഭക്തനാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ നിർത്തിയാ പോരായിരുന്നു. കാരണം ഭക്തൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ? ഇല്ല. അപ്പോൾ ഇവിടെ പറയുന്നു കൊർന്നല്ലിയോസ് ഭക്തനാണ്. അതിനുശേഷം ഒരു കാര്യം കൂടെ പറയുന്നു, ദൈവത്തെ ഭയപ്പെടും. അതെന്തിനാ അങ്ങനെ എടുത്തു പറയുന്നത്? ഭക്തനെന്ന് പറഞ്ഞാൽ പോലെ അതിനൊരർത്ഥമേ ഉള്ളൂ, എല്ലാ ഭക്തന്മാരും ദൈവത്തെ ഭയപ്പെടുന്നവരല്ല. അപ്പോൾ ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെക്കാൾ ദൈവത്തെ ഭയപ്പെടുക എന്നും കൂടെ അർത്ഥം. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ? ദൈവത്തെ നമുക്ക് എങ്ങനെ സെറ്റിൽ ചെയ്യാം? നമുക്ക് ഏറ്റവും കൂടുതൽ ആരെയാ പേടി? സത്യമാണ്, മനുഷ്യരെയാണ്. എന്റെ മകള്, ഞാൻ ഓസ്ട്രേലിയയിലുള്ള സമയത്ത്, അത് ജസ്റ്റ് ഒന്ന് പോയി എന്നുള്ളത് നിങ്ങളൊന്നും അറിയാമോ? അല്ലെ, ഞാനൊരു ഓഞ്ഞ അച്ഛനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെയല്ല, അവളൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ എന്റെ മദർ എന്നെ കാണാനായിട്ട് 2 മാസത്തെ അവധിക്ക് അവിടെ വന്നു. അവധിയല്ല, 2 മാസത്തേക്ക് അവിടെ വന്നു. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, വീട്ടിൽ സാരിയാ. അപ്പൊ ഞാൻ പറഞ്ഞു ചുരിദാർ ഇട്ട് പോവാം, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് മാറി കയറുമോ? നീ എന്തോ പറയാ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണ്? നിനക്ക് അങ്ങനെ പലതും പറയാം, എനിക്കിവിടെ ജീവിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിക്കറുകൊണ്ട് വരാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, ചുരിദാറത്തോണ്ട് വരാനല്ല. ഈ തവണ എല്ലാം ചെയ്താൽ സമ്മതിക്കരുത്. നിനക്ക് അങ്ങനെ പലതും പറയാം, നാട്ടുകാർ ഓരോന്ന് പറയും. അപ്പൊ ഞാൻ അനിയനോട് പറയടാ, നീ ഒരു കാര്യം, തള്ളയ്ക്ക് 2 ചുരിദാർ തയ്ക്കും. അപ്പൊ ഞങ്ങൾ ഈ സ്നേഹം വരുമ്പോൾ മമ്മിയെ തള്ളയെന്നാണ് വിളിക്കുന്നത്. ഈ പ്രായമുള്ളവരൊക്കെ അങ്ങനെ, അതൊരു സ്നേഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ബിബ്ലിക്കൽ ഇമേജറിയാണ്. പെറ്റ മമ്മി, അങ്ങനെയാണോ? ഇപ്പൊ അല്ല, മോം, പെറ്റ മോം. തള്ള എന്നൊക്കെ കേട്ടപ്പോ ഒരല്പം ഒരു
എന്താ പറയുക, ഒരു പരിഷ്കാരമില്ലാത്ത, പക്ഷെ ശരിക്കും അതാണ്. കോഴി തന്റെ കുഞ്ഞുങ്ങളെ തള്ളക്കോഴി എന്നൊക്കെ പറയുന്ന പോലെ തള്ള എന്നുള്ളതാണ് ശരിക്കും വേദപുസ്തകത്തിന്റെ ഒരു മമ്മി കിമ്മിയൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ സ്നേഹം വരുമ്പോൾ ആരെങ്കിലും ഇരിക്കുമ്പോ മമ്മി എന്ന് വിളിക്കും, പോയി കഴിയുമ്പോ തള്ളയെന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോ എന്റെ അനിയൻ എന്നെ അതുവരെ എടാന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അച്ഛനായി കഴിഞ്ഞപ്പോ എങ്ങനെ എടാന്ന് വിളിക്കും. അപ്പോ മമ്മി പറഞ്ഞു, നീ അങ്ങനെ ചെയ്യരുത്, നാട്ടുകാർ കേട്ടാ മോശം. അപ്പോൾ അവൻ ചെയ്തു, എടാ അച്ചാച്ചാന്നാക്കി. അപ്പൊ എടാന്നുമായി ബഹുമാനമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് ഒരെടാ, നീ 2 ചുരിദാർ തയ്പ്പിക്കും, മമ്മിയോട് പറയണം. അതെല്ലാം സെറ്റാക്കി ഇറങ്ങാൻ നേരത്ത് അനിയൻ എതിർത്ത് കയ്യിലോട്ട് കൊടുത്തു, ഇതെന്തോ ചുരിദാർ, എനിക്ക് ചുരിദാറൊന്നും വേണ്ട. അപ്പൊ പറഞ്ഞു, വേണ്ട, ഒരു കാര്യം ചെയ്യും, എയർപോർട്ടിനടുത്ത് ഒരു അണ്ണന്റെ കൂടെയാ വരുന്നത്, എയർപോർട്ടിന്റെ അടുത്ത് വരുമ്പോ കിട്ടാൻ മതി. അങ്ങനെ അവിടെ ചെന്ന് ഡിന്നറിന് അവിടെ അങ്കിളിന്റെ വീട്ടിൽ കൂടി, എന്നിട്ട് അവിടെ വെച്ചിട്ട് മമ്മി സാരി മാറി ചുരിദാറൊക്കെ ഇട്ടു. അപ്പൊ അവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പൊ ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ തമ്മിൽ ഇറങ്ങി വരുന്ന കാണാൻ ഭംഗിയൊക്കെ. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? ഇവിടെ ഇത്രയും നല്ല സംഭവമാണെന്ന് ഞാൻ അറിയില്ല, എന്താ സുഖം. എന്നപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് 2-3 കൂടെ തയ്പ്പിക്കാം, നാട്ടിൽ ചെന്ന്. തിരിച്ച് അവിടെ വന്ന് കൊച്ചി വിമാനത്താവളത്തിൽ അവിടെ കയറി അത് മാറി സാരി കൊടുത്തിട്ടാണ് ഇറങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം ഭക്തന്മാരാണ്. ഈ പറഞ്ഞ എനിക്ക് പോലും പേടിയുള്ളൂ എന്റെ കോൺവൊക്കേഷന്. അപ്പൊ സായിപ്പന്മാരെല്ലാം കോട്ട് ഇട്ടുകൊണ്ട് വരും, എനിക്കാണെങ്കിൽ അതില്ല. അപ്പൊ അനിയൻ കല്യാണം കഴിച്ചപ്പോ അവന്റെ ഒരു കോട്ട് അവിടെ കിടപ്പുണ്ട്. ഇതിങ്ങനെ ആർക്കോ വേണ്ടി ഇങ്ങനെ കിടക്കും, അവിടെ കിടക്കുക, വേറെ തലവടിയിൽ എന്തിനാ കോട്ട്. ഞാൻ അവനോട് പറഞ്ഞു, അവൻ മുന്നോട്ടോ വല്ലതും മതി, പറ്റത്തില്ല, അവര് കോട്ടൊക്കെ ഇട്ട് കെട്ടി അന്ന് അവിടെ കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഏതായാലും ഈ കോൺവൊക്കേഷന് ഡിഗ്രി ഒക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോ ഒരു കോട്ട് വേണം. അപ്പൊ അവൻ പറഞ്ഞു, എടുത്തു, പക്ഷെ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എടുക്കും. ഞാൻ അങ്ങനെ ഡ്രൈ ക്ലീൻ ചെയ്തു, പക്ഷെ ഞാൻ ഇട്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം എന്താ, നാട്ടുകാർ വരും, ഉണ്ടളിപ്പ് കീറിയ നിക്കറും ഇട്ടോട് അളവിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ മുതൽ നമ്മൾ ആരെയാ ശരിക്കും പേടിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാർക്ക് ദൈവത്തെ പേടിയുള്ളതിന്റെ 50%, ഈ തിരുമേനിമാരെ പേടിയുള്ളതിന്റെ ഒരു 50% ദൈവത്തെ പേടിയുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. ഈ നമ്മൾ ഈ തിരുമേനിമാരെ പേടിക്കുന്നതിന്റെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ പേടിക്കുന്നതിന്റെ ഒരു 50% ദൈവത്തെ പേടിച്ചിരുന്നെങ്കിൽ, ചുരുക്കത്തിൽ ഭക്തനെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പേടിക്കുന്നവനല്ല, ദൈവത്തെ പേടിക്കുന്നവൻ. എന്നാൽ മനുഷ്യരോട് നമുക്ക് എന്ത് വേണം? ബഹുമാനം വേണം. നമ്മളെ നയിക്കുന്നവരോട് നമുക്കൊരു സ്നേഹം വേണം. പക്ഷെ ഭയം ആരോടെ ആകാവൂ? അപ്പോൾ ദൈവ ഭയത്തിൽ നിന്നും ഉളവാകുന്നതാവണം ബാക്കി എല്ലാ കാര്യങ്ങളും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് കർത്താവിനെയാണോ ഭർത്താവിനെയാണോ കൂടുതൽ പേടി? സത്യം. ഈ ആന്റി പ്രാർത്ഥിക്കുന്ന കണ്ടാൽ ദൈവം പോലും എഴുന്നേറ്റ് മുണ്ടടിച്ചിടും. പക്ഷെ ഇപ്പൊ പറഞ്ഞു തന്നോ, എനിക്ക് കർത്താവിനെ അല്ലച്ചോ പേടി. ഇതല്ലേ സത്യം? നിങ്ങൾക്ക് ആരെയാ പേടി? ആ, അതാണ് സത്യം. നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ. എന്നാൽ ഇവിടെ വേദപുസ്തകം അബദ്ധത്തിൽ പറയുന്നതല്ല, ഭക്തൻ എന്ന് പറഞ്ഞ് അവിടെ വിടാം, പക്ഷെ അവിടെ നിൽക്കുന്നില്ല. എന്നിട്ട് പറയാണ്, കൊർന്നല്യോസ് ഭക്തനാണ്, പക്ഷെ വെറും ഭക്തനല്ല, ദൈവത്തെ ഭയമുള്ള ഭക്തൻ. അപ്പോൾ ഈ ഭക്തൻ എന്ന അല്ലെങ്കിൽ ഡിവൗട്ട് എന്ന വാക്കിനെ മറ്റു 3 വാക്കുകൾ കൊണ്ട് വീണ്ടും ക്വാളിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വീണ്ടും നുവാൻസ് ചെയ്യുകയാണ്. കൊർന്നല്യോസ് ഭക്തനാണ്. ആരാണ്? ഒരു വിജാതീയനായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അയാൾ ഭക്തൻ മാത്രമല്ല, അയാളുടെ ഭക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവത്തെ ഭയമുള്ള ഭക്തിയാണ്.
അടുത്തതെന്താ? അവിടെ പറയുന്നു ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പ്രയോജനമുള്ള ഭക്തി. അപ്പൊ മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഭക്തിയും വെറുതെ ഇരുന്ന് സ്തോത്രം പറയുകയല്ലാതെ ഒരൊറ്റ മനുഷ്യന് 5 പൈസയുടെ പ്രയോജനം. രാവിലെ വൈകിട്ട് ഒരു 50 സ്തോത്രം ചെയ്തെങ്കിലും മുകളിലോട്ട് വിട്ടു. കൊർന്നല്യോസ് അങ്ങനെ സ്തോത്രം മുകളിലോട്ട് വിട്ട് ജീവിക്കുന്ന ആളല്ല. അവൻ മനുഷ്യന് പ്രയോജനമുള്ളവനാണ്. അതുകൊണ്ട് ഭക്തന്മാർ ദൈവത്തെ ഭയമുള്ളവരുണ്ട്, ദൈവത്തെ ഭയമില്ലാത്തവരുമുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് കൊർന്നല്യോസ് ദൈവത്തെ ഭയമുള്ള ഭക്തനാണ്. വീണ്ടും പറയുന്നു മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത ഭക്തന്മാരുണ്ട്, മനുഷ്യർക്ക് പ്രയോജനമുള്ള ഭക്തന്മാരും. അപ്പൊ കൊർന്നല്യോസ് ഏത് ഗണത്തിൽപ്പെടുന്നു? മനുഷ്യർക്ക് പ്രയോജനമുള്ള ഭക്തൻ. എന്നിട്ട് 4ാമതായിട്ട് പറയുകയാണ് എപ്പോഴും പ്രാർത്ഥന. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളാണ് വേദപുസ്തകം എഴുതിയിരുന്നെങ്കിൽ ഈ 4 എണ്ണത്തിൽ ആദ്യം ഏത് എഴുതിയത്? എന്നെ പിടിച്ചില്ലെന്നോ? അപ്പൊ ഇത് വേദപുസ്തകം പരിശുദ്ധാത്മ പ്രേരിതമാണ്. അപ്പൊ ഇതൊരു അബദ്ധം പറ്റിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല. അതെന്തിനാ 4ാമതാക്കി? നമ്മുടെ നിർവചനത്തിൽ ഭക്തനെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനെന്നാ. പക്ഷെ വേദപുസ്തകം അതിന്റെ ക്രമം, അതിന്റെ ഒരു മുൻഗണനാ ക്രമം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത് ഭക്തൻ, ദൈവത്തെ ഭയമുള്ള ഭക്തൻ, മനുഷ്യന് പ്രയോജനമുള്ള ഭക്തൻ, 4ാമതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കും. എന്നിട്ട് നമുക്കത് നിങ്ങൾക്കും വീട്ടിൽ പോയിട്ട് കാര്യമുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോയത്. എന്നിട്ട് ഈ മനുഷ്യന്റെ വീടിനകത്തോട്ട് ആര് വരുന്നു? അവിടെ ശ്രദ്ധിച്ചേ, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്ന, വളരെ പ്രധാനമാണിത്. ദൈവദൂതൻ ഏത് മതത്തിൽപ്പെട്ടയാളാണ്? ഇനി ശ്രദ്ധിക്കണം, ഇവിടെ 1-2 വാക്കുകൾ വളരെ പ്രധാനമാണ്. ഈ അകത്തു വരിക. കാരണം ഒരു യഹൂദൻ ഒരിക്കലും നമ്മൾ നാളെ അതിനെക്കുറിച്ച് പറയും, ഒരു യഹൂദൻ ഒരിക്കലും മറ്റു മതത്തിൽപ്പെട്ട ഒരാളുടെ പുരയ്ക്കകത്ത് കയറില്ല. അതുകൊണ്ടാണ് ശതാധിപൻ പറയുന്നത്, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ. കാരണം അത് അശുദ്ധമാണ്. ഈ കൊർന്നല്യോസ് യഹൂദനല്ല, കൊർന്നല്യോസ് പരിച്ഛേദനയേറ്റയാളല്ല, കൊർന്നല്യോസ് മാമോദീസ വെള്ളം വീണയാളല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ വീടിനകത്തേക്ക് ആരെങ്കിലും, അപ്പൊ ദൈവം അത് അശുദ്ധമാണെങ്കിൽ മനുഷ്യന് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ മനുഷ്യൻ വിജാതീയനാണ്. പക്ഷേ ദൈവദൂതൻ അതില്ലല്ലോ. അതുകൊണ്ട് ഈ അകത്ത് കയറി എന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രയോഗമാണ്. ഈ നമ്മളിപ്പോ ക്രിസ്മസ് സീസൺ ഒക്കെ കഴിഞ്ഞതേ ഉള്ളല്ലോ. സെഖരിയാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ചാ? അൾത്താരയിൽ വെച്ചാ. നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മദ്ബഹായിൽ വെച്ച്. സെഖരിയാവ് രാവിലെ കുളിച്ച് പല്ലുമൊക്കെ തേച്ച്, പല്ല് തേച്ചിട്ട് കുളിച്ചിട്ട് നല്ല കുപ്പായൊക്കെ തേച്ച് നല്ല വട്ടി പോലെ അല്ലേ, അത് കൊണ്ടാ മുറിയണം. അമ്മാതിരി തേച്ച്, പ്രസംഗമൊന്നും ഒരുക്കിയിട്ടില്ലെങ്കിലും ബാക്കിയെല്ലാം തേച്ച് നല്ല വട്ടി പോലെ. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ലേ? പ്രസംഗമൊന്നും അതിനൊന്നും സമയമില്ല. ഇത് വടി പോലെ നിർത്തുന്നതിലാണ് കൂടുതൽ. പണ്ട് നമ്മുടെ ഒരു എന്തോ പിന്നെ വിട്ടാലും മറ്റേ റോക്കറ്റ് പോലെയല്ലേ ഇത്, പിന്നെ വിടുന്നത് ഇപ്പൊ വിടുന്നതെല്ലാം പലത്തിനും ഒരുപോലെ അല്ലേ, അങ്ങ് പറയല്ലേ. അപ്പോ നമ്മുടെ ഒരു അച്ഛനുണ്ട്, പുള്ളിക്ക്
താടി വെട്ടുക എന്ന് പറയുന്നതാണ് പുള്ളിയുടെ ഒരു വലിയ വിനോദം. ഒരു മണിക്കൂറെങ്കിലും ഇതിന്റെ പഴുതാര പോലെ വെട്ടി ഇതിന്റെ അകത്തൂടെ എല്ലാം കയറ്റി. അപ്പോ ഈ കൊച്ചൻ പഠിക്കുന്ന ഒരു സ്കൂളിൽ ടീച്ചർ ഇവരോട് പറഞ്ഞിടാ, അപ്പൊ അങ്ങനെ മനുഷ്യനങ്ങ് മടുത്ത് നിന്റെ അപ്പനോട് പറയണം, തമാശക്ക് പറഞ്ഞു, ആ താടി വൃത്തിയാക്കുന്ന സമയമെങ്കിലും പ്രസംഗം ഉണ്ടാക്കാനായിട്ട് ഇതിങ്ങനെ വടി പോലെ നിർത്തുന്നതിലാണ്. വേദോസവും വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, പ്രസംഗം ഉണ്ടാക്കത്തുമില്ല, പക്ഷെ ഇത് വടി പോലെ നിൽക്കും. എന്തേലും കുറവുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അകത്തോട്ട് കയറുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് പ്രവേശിക്കരുത്, അശുദ്ധനായി പോകും. പക്ഷേ സെക്കരിയാവ് നോക്കിക്കേ, വട്ടി പോലെ കുപ്പായൊക്കെ തേച്ച് റെഡിയാക്കി അവിടെ ചെന്നു, ദൈവദൂതനെ കണ്ടു. ദൈവദൂതനെ കണ്ടപ്പോഴേ പുള്ളി മ്യൂട്ടായി പോയി. എലിസബത്താണ് ഇയാളെ എങ്ങനെ മ്യൂട്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എലിസബത്തിന്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ആരുടെ പ്രാർത്ഥനയുടെ ബലം അറിഞ്ഞുകൂടാ, സെക്കരിയാവ് വന്ന് മ്യൂട്ടായി കുറച്ച് നാളത്തെ. അതിന്റെ കുറച്ച് നാള് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓരോ ആഴ്ച വായിക്കുന്നതുകൊണ്ട് അതിന് കൃത്യമായി ടൈപ്പിംഗ് ഒന്നും അറിയത്തില്ല. വേറൊരു പെൺകൊച്ചിന്റെ വീട്ടിൽ പുള്ളിക്കാരി ഇങ്ങനെ തേച്ച് വടി പോലൊന്നും എടുക്കുക, നൈറ്റിയൊക്കെ, അന്ന് നൈറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എങ്കിലും ഉണ്ടെന്ന് വെച്ചു. നൈറ്റിയൊക്കെ ഇട്ട് അടുക്കളയിലേക്ക് വെണ്ടയ്ക്ക മുറിക്കുകയോ പാവയ്ക്ക അരിയോ ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആര് പ്രത്യക്ഷപ്പെട്ടു? ദൈവദൂതൻ. രണ്ടിടത്ത് പ്രത്യക്ഷപ്പെട്ടത്. മറ്റിടത്ത് ഗബ്രിയേൽ മാലാഖ. ഈ മാലാഖ തന്നെയാണോ അടുക്കള വന്ന്? ആണല്ലോ. കന്യക മറിയത്തിന് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കേട്ടത്തില്ല. പക്ഷെ ദൈവദൂതന് ചെല്ലുന്നതിന് തടസ്സമൊന്നുമില്ല. അപ്പൊ ഇതിലേതാണ് ശരിക്കും വലിയ ദർശനം? നിങ്ങൾ പ്രധാനമന്ത്രിയെ തപ്പി ഡൽഹിക്ക് വരുന്നതാണോ, പ്രധാനമന്ത്രി നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണോ? ഇപ്പോൾ ദൈവദൂതന്റെ മതം ഏതാണ്? യഹൂദന് മാത്രമേ ഉള്ളൂ, വിജാതിയന്റെ വികാരത്തില്ല. നമ്മളിവിടെ വായിക്കുന്നുണ്ട് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, നാളെ അത് വിശദീകരിക്കുന്നുണ്ട്. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന്. അപ്പോ ഒരു യഹൂദനെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു യഹൂദന്മാരാരും എവിടെ കൂടെ പോകത്തില്ല? ശമര്യയിലൂടെ പോകില്ല. അപ്പോൾ യഹൂദനല്ലാത്ത മറ്റൊരാളുടെ വീട്ടിലോ സ്ഥലത്തോ പോകുന്നതിന് മതം യഹൂദനെ വിലക്കിയിരിക്കുക. പക്ഷെ ദൈവദൂതനെ വിലക്കാൻ ആർക്കെങ്കിലും പറ്റൂ? അതുകൊണ്ട് ഈ ദൂതൻ എവിടെ ചെല്ലുക? നേരെ കൊർന്നല്യോസിന്റെ വീടിനകത്ത് ചെല്ലും. എന്നിട്ട് പറയുന്നത് എന്താണ്? നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുൻപിൽ എത്തിയിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് യുവർ പ്രേയേഴ്സ് ആൻഡ് യുവർ ആംസ് ഹാവ് അസെൻഡഡ് ആസ് എ മെമ്മോറിയൽ ബിഫോർ ഗോഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ക്രിസ്ത്യാനികളല്ലാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നമുക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്തമായി. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇതാരാ പറഞ്ഞ്? ആരേലും കാശ് വാങ്ങിച്ചിട്ട് പറഞ്ഞതല്ല, ഏതെങ്കിലും മതനേതാവ് പറഞ്ഞതല്ല. ദൈവം തമ്പുരാൻ തന്റെ ദൂതനെ അയച്ചിട്ട് കൊർന്നല്യോസിനോട് നേരിട്ട് പറയുക. എവിടെ ചെന്നാണ്? ടെലിഗ്രാം അയക്കുകയോ ഫോൺ വിളിക്കുകയോ വാട്സാപ്പോ അല്ല. ആ യഹൂദൻ കയറാൻ അറയ്ക്കുന്ന ഈ വിജാതിയന്റെ വീടിനകത്ത് ചെന്ന് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവനോട് പറയുക, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ അടുക്കലെത്തിയിരിക്കുന്നു. നമ്മൾ എത്ര സങ്കുചിതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കത് മുൻപോട്ട് പോവാം. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് കൊർന്നല്യോസ് ഒരു വിജാതിയനാണ്. ഈ വിജാതിയനായ ഒരു 100 പേരുള്ള ഒരു പട്ടാള ഡിവിഷന്റെ ചുമതലയുള്ള ഈ മനുഷ്യൻ 4 കാര്യങ്ങൾ പറയുന്നു. അയാൾ ഭക്തനാണ്, ദൈവത്തെ ഭയമുള്ള ഭക്തനാണ്, മനുഷ്യർക്ക് പ്രയോജനമുള്ള ഭക്തനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭക്തനാണ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ വീടിനകത്ത് ചെന്നിട്ട് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് അവർ വീട്ടിൽ ചെന്ന്
കൊർന്നല്യോസ് ഇരിക്കുന്നിടത്ത് പറയാം, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ മുൻപിൽ എത്തി. ആരുടെ പ്രാർത്ഥനയും ആരുടെ ധർമ്മവുമാണ് ദൈവം തമ്പുരാൻ സ്വീകരിക്കുന്നതെന്ന് പറയാൻ നമ്മൾ ആളല്ല. അത് ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? അത് ദൈവത്തിന് മാത്രമേ അറിയൂ. നമുക്ക് ആ ഭാഗം വിടാം. ഇന്നത്തെ ഇതിന്റെ രണ്ടാം ഭാഗമായി നമ്മൾ കാണുന്നത്, അപ്പൊ കൊർന്നല്യോസിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിയും. ഇനി ഇതിന്റെ തൊട്ടു താഴെ മറ്റൊരു സംഭവം. ആ സംഭവം എന്ന് പറയുന്നത് പത്രോസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഈ മൂവി പോലെയാണ്, ഒരു സീനിൽ നിന്നും പെട്ടെന്ന് അടുത്ത സീനിലോട്ട് പോകും. എന്നിട്ട് ഈ രണ്ട് സീനുകളെയും നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറഞ്ഞാൽ ജെക്സ്റ്റാപോസ് ചെയ്യുക, ചേർത്ത് വയ്ക്കുക. അപ്പൊ പരസ്പര വിരുദ്ധമായ രണ്ട് രംഗങ്ങൾ ഇങ്ങനെ ജെക്സ്റ്റാപോസ് ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ ഒന്നാം ഭാഗത്ത്, ഒന്നാമത്തെ രംഗത്ത് നമ്മൾ കണ്ടത് എന്താണ്? വിജാതീയനായ, പരിച്ഛേദന ഏൽക്കാത്ത, മാമോദിസ വെള്ളം വീഴാത്ത, ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ വേദപുസ്തകം വിളിക്കുന്നത് ഭക്തനാണ്, അയാൾക്ക് ദൈവത്തെ ഭയമുണ്ട്, മനുഷ്യന് പ്രയോജനമുണ്ട്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. അങ്ങനെ ഒരാളുടെ വീടിന്റെ ഉള്ളിൽ ചെന്ന് അശുദ്ധമെന്ന് യഹൂദൻ കരുതുന്ന ഒരിടത്തേക്ക് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് ദൈവത്തിന് പറയാനുള്ളത് ആ വിജാതീയനായ മനുഷ്യനോട് പറയാം, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ മുമ്പിലെത്തി. ഇനി നേരെ ക്യാമറ മാറ്റണം, മറ്റൊരു രംഗം. ഇനി ഇതിന്റെ നേരെ ഉൾട്ടായ, നേരെ വിരുദ്ധമായി. ഈ അച്ഛനിരിക്കുന്നവരുടെ ഉൾട്ടാന്നൊക്കെ പറഞ്ഞു എത്രയൊക്കെ എനിക്ക്. പിന്നെ ഈ ജനിച്ചത് പഞ്ചാബിലാണ്. അങ്ങനെയാണ് ഈ മോത്തി. കാരണം ഒരു മഹാന്മാരുടെ, ഈ ഷിനോയ് എന്ന് പറഞ്ഞ മഹാൻ ഇടാൻ പറ്റിയ പേരാണ്. മോത്തിലാൽ നെഹ്റു, മോത്തിലാൽ ബോറ, പേരെന്നൊക്കെ പറഞ്ഞ അതിനൊരു ഉമ്മ വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഭാരതത്തിന്റെ രാഷ്ട്രപതി ഷിനോയ്, അപ്പന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. എന്റെ വല്യപ്പന് അതിനേക്കാൾ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. മാമോദീസ രജിസ്റ്ററിൽ ഗീവർഗീസ് എന്ന അത് പുള്ളി പിടിച്ചു. അതൊരു പക്ഷെ ഞാൻ എന്ന് ചത്തു കഴിഞ്ഞ് പുണ്യവാളനോ വല്ലതും ആയ, ഈ മോത്തി പുണ്യവാളൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ഗുമ്മൻ, ഗീവർഗീസ് പുണ്യവാളൻ എന്നൊക്കെ പറഞ്ഞ കേട്ടാ തന്നെ ഒരു പഞ്ചം. അതുകൊണ്ടായിരിക്കും അങ്ങനെ എന്തേലും ആവട്ടെ. അപ്പോ പത്രോസ് പുള്ളി പ്രാർത്ഥിക്കാനായിട്ട് വെൺമാടത്തിലോട്ട് കയറി. അപ്പൊ അത് ഉയർന്ന സ്ഥലം എന്നുള്ളത്. ഇപ്പൊ ഈ വെൺമാടം എന്നൊക്കെ പറഞ്ഞാൽ ഹൗസ് ടോപ്പ് എന്ന് മാത്രം, വീടിന് മുകളിലെ ഒരു സ്ഥലം എന്ന് മാത്രമേ. അതുകൊണ്ട് നമുക്കിതിനെ ഹൗസ് ടോപ്പ് തെയോഫനിയും ഒക്കെ ആളുകൾ വിളിക്കും. വീടിന് മുകളിൽ കയറി അവിടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോ പത്രോസിന് നല്ലപോലെ വിശന്നു പറഞ്ഞോ, 1.5 വിശപ്പ. അവള് പറഞ്ഞില്ലേ, വിശന്നിട്ട് കണ്ണിൽ കൂടെ എന്തോ പറഞ്ഞു, പൊന്നീച്ച, സിൽവർ ആയാലും കുഴപ്പമില്ല, ഏതോ ഒരു ഈച്ച കണ്ണിൽ കൂടെ. അപ്പം പത്രോസിന് വിശന്നിട്ട് എന്തുണ്ടായി? വിവശതയുണ്ട്. ആദ്യം വിശപ്പ് വരുമ്പോ എന്തോ വരുന്നേ? അവശത കൂടുമ്പോ എന്തോ വരും? വിവശത വരും. ഒരു വെപ്രാളവും പാരവശ്യവും ഒക്കെ വരും. അപ്പൊ പത്രോസ് പ്രാർത്ഥിക്കാൻ കയറിയതാണ്, വിശന്നിട്ട് എന്തോ. അപ്പൊ അവിടെ പറയുന്നുണ്ട് അവര് താഴെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നു. പക്ഷെ അതിനു മുമ്പ് ആരൊക്കെ ഒരുപക്ഷെ ഈ ഹൈപ്പോഗ്ലൈസീമിയ വല്ലതും ആയിരിക്കും, ഷുഗർ ലോ ആയതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പത്രോസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഷുഗർ കാണത്തില്ലേ, നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്കൊക്കെ അല്ലേ. ഇനി ഷുഗർ താമതാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്റെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിവശത വരുവാൻ, ഷുഗർ കുറയുന്ന പ്രശ്നമാണ്. നിങ്ങൾക്കും അങ്ങനെ വിവശത വരാറില്ലേ? തീർച്ചയായും പത്രോസിന്റെ ലെവലിലുള്ളതാണ് വിവശത വന്നിട്ടുണ്ട്. പത്രോസിന് വിശന്നു, ഷുഗർ കുറഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തോ ഉണ്ടായി? വിവശതയല്ലേ, ബോധം പോയി. അപ്പൊ എന്താണ് വിവശത? നമ്മൾ വിവശത എന്ന് പറഞ്ഞാൽ അതിനെ ഒരു എക്സ്റ്റസി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അച്ഛൻ റിലീജിയൻ ഒക്കെ പഠിച്ചാണല്ലോ. എക്സ്റ്റാറ്റിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബോധം കണ്ടിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കുറേയിരിക്കും,
തീരുമ്പോ ഫ്രണ്ടി വരും. ഇതിന്റെ പേരാണ് എന്ത്? പ്രാർത്ഥിക്കുന്നത് ബോധം വരാനാ. ഉള്ള ബോധം ഇപ്പൊ അങ്ങനെ. ദൈവമേ ഈ ബോധം പോണേ. കാരണം ബോധമുള്ള മനുഷ്യരെ പേടിയാ. മനുഷ്യർക്ക് ബോധം വന്ന പ്രശ്നം. അപ്പൊ പത്രോസിന് വിശന്നപ്പോ എന്ത് ചെയ്തു? വിവശത വന്നു, അവശത വന്നു. അവശത വന്നപ്പോ ഉള്ള ബോധം കംപ്ലീറ്റ്. ഒരിക്കലും ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നല്ല രസികനായ ഒരു അപ്പച്ചൻ. നമ്മൾ ഈ ചില പള്ളികളിൽ നല്ല രസികന്മാരായ അപ്പച്ചന്മാരാണ്. അപ്പൊ എന്നോട് ഒരു ദിവസം അപ്പച്ചൻ പറഞ്ഞു, അച്ഛാ, അപ്പൊ എനിക്കിങ്ങനെ ഈ പ്രാസം ഒപ്പിച്ച് പറയുന്നതിന് ഇഷ്ടമായതുകൊണ്ട് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അപ്പച്ചൻ ഈ അച്ഛന് ഈ വേവനാദി, ആവലാദി, അനവലാദി ഇത് മൂന്നും കൂടെ വ്യത്യാസം അറിയും. അല്ല, പഞ്ചുണ്ട് അല്ലേ കേൾക്കാൻ. അപ്പൊ എനിക്ക് ഭയങ്കര സ്പോളാൽ എനിക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഈ സെമിനാരിൽ പഠിച്ച ബുക്കിലെ ഒന്നും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ഇങ്ങനെ വല്ല അപ്പച്ചന്മാരൊക്കെ പറയുന്നുണ്ടാവും, നമ്മള് പ്രസംഗത്തിൽ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഉറങ്ങാതിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പച്ചൻ പറ, അച്ഛ വളരെ സിമ്പിളാണ്. എനിക്കൊരു പെൺകൊച്ചുണ്ടായി. അവളെ എങ്ങനെ കെട്ടിക്കും എന്ന വലിയ വേവലാതിയാണ്. കെട്ടിച്ചു കഴിഞ്ഞപ്പോ ഫ്രിഡ്ജില്ല, TV വേണം, വാഷിംഗ് മെഷീൻ വേണം, അലമാര വേണം. എന്ന് വേവലാതി തീർന്നോ അന്ന് മുതൽ എന്തോ തുടങ്ങി ആവലാതി. കെട്ടിയവനാണെങ്കിലും അപ്പൊ എന്താണ് വിവശത? ഒന്നും കൂടുതലൊന്നും അറിയാനില്ല, ബോധം പോയി. എങ്ങനാ ബോധം പോയെ? വിശന്നപ്പോ ബോധം പോയത്. അങ്ങനെ ബോധം പോയിരിക്കുമ്പോ മോളിന്നൊരു സാധനം ഇറങ്ങി വരും. എന്താണത്? സൂക്ഷിച്ചു പറഞ്ഞാൽ മതി. മുമ്പിലിരിക്കുന്നവർക്ക് മേൽ പുഷ്പവൃഷ്ടിയായി അത് വന്ന് പതിക്കും. എന്താണ്? ഈയിടെ എനിക്കൊരു അബദ്ധം പറ്റിയത്. ഞാൻ അതിന് ഫേസ്ബുക്കിൽ വന്നിട്ട് ഒന്ന് പോയി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പുഷ്പവൃഷ്ടി എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ നോക്കിയപ്പോ മോളിൽ നിന്നൊരു സംഗതി ഇറങ്ങി വരും. 4 കോണും കെട്ടിയിട്ട് തുപ്പട്ടി പോലെ, ഒന്നുമില്ല, 4 മൂലയുള്ള ഒരു പാത്രം, അത്രയോ. അപ്പൊ സ്വാഭാവികമായും വിശന്ന് ബോധം പോയ നമ്മുടെ പത്രോസ് നേരെ ചെന്ന് നോക്കി ഈ പാത്രം. എന്തെങ്കിലും കഴിക്കാൻ, കുഴിമന്തിയോ ആണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യൂജൻ ഭക്ഷണം ഒക്കെ എത്തി നോക്കിയപ്പോ കുഴിമന്തിയില്ല, മന്തിയും ഇല്ല, KFCയും ഇല്ല. അതിന്റെ അടക്കാനാണ് KFC ഇല്ല. പിന്നെ എന്താ ഉള്ളത്? അവിടെ പറഞ്ഞിട്ടുണ്ട് സകലവിധ 4 കാലി എന്ന് പറഞ്ഞാൽ 4 കാലേ നടക്കുന്നത്. അത് അച്ചായന്മാരെ എൻ്റെ ഒരു വൈകിട്ട് നടക്കുന്നുണ്ട് 4 കാലേ. അതല്ല, ശരിക്കും ദൈവം എന്തിൽ സൃഷ്ടിച്ചതാണ് 4 കാലികളായിരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കും, മോളിൽ പത്രോസ് ഇങ്ങനെ ബോധം പോയി കിടക്കുന്നു, മോളിൽ നിന്നൊരു പാത്രം വരുന്നു, ആ പാത്രത്തിൽ എന്താ ഉള്ളത്? സകലവിധ 4 കാലി, ഇഴജാതി, പറവജാതി. അതിനുമുമ്പ് ഒരു വാക്കൂടെ പറഞ്ഞുണ്ട്, ഭൂമിയിലെ സകലവിധ 4 കാലിയും ഇഴജാതിയും പറവജാതി. അപ്പൊ അത് എന്തൊരു ഭയങ്കര പാത്രമായിരിക്കും. ഇമ്മണി വലിയ പാത്രമായിരിക്കും. കാരണം നോഹയുടെ കാലത്ത് പെട്ടകം ഉണ്ടാക്കിയപ്പോ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈരണ്ടായിട്ട്. അപ്പൊ നമുക്കറിയാം എന്തോ ഒരു വലിയ പെട്ടകമാണ്. അത് എത്രയേ ഉള്ളൂ? ഈരണ്ട്. ഇതിന്റെ അകത്തോ ഭൂമിയിലെ ഒരു ഭയങ്കര പാത്രമായി. ഇങ്ങനെ അങ്ങോട്ട് എത്തി നോക്കി. അപ്പൊ അതിന്റെ അകത്ത് എല്ലാം പശു ചാണകം കൊടുത്തു, എരുമ നോക്കി ചിരിക്കുന്നു, മൂങ്ങ അങ്ങനെ ഇങ്ങനെ ആകെ ചൊറിഞ്ഞിരിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, മോനെ പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക. അതിനകത്ത് വിറ്റാത്തിയുള്ളൂ, നമുക്ക് അറിഞ്ഞോളൂ. അപ്പൊ പത്രോസ് വിശപ്പ് കൊണ്ടായിരിക്കാം മൊത്തത്തിലൊന്ന് നോക്കി, കണ്ടിക്കാൻ വല്ലതും ഉണ്ടോ, ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണമല്ലോ, വല്ല പെറി സോസോ വല്ലതും ഉണ്ടോ എന്ന് നോക്കി വല്ലതും ഒന്ന് മാരിനേറ്റ് ചെയ്യണ്ടേ. അതുമില്ല.
മൈക്രോവേവോ അവനോ എന്തെങ്കിലും അവനുമില്ല അവളുമില്ല, അതിൻ്റെ അത് ഒന്നുമില്ല. അപ്പൊ പത്രോസിന് അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ ഒന്ന് ആകെ വിശന്ന് കിളി പോയിരിക്കുന്ന സമയം. അപ്പോഴാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നത്, പത്രോസെ എഴുന്നേറ്റ് അറുത്ത തിന്ന്. പത്രോസിന്റെ മറുപടി കിട്ടില്ല. പത്രോസ് ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമല്ലോ, നീ എന്നോട് ചോദിക്കുക, അപ്പൊ പറയാം ഞാൻ ആരാ. പത്രോസ് ദൈവത്തോട് പറഞ്ഞാൽ പത്രോസിന് ഒരു പരിചയവും ഇല്ല ദൈവം ഇങ്ങനെ ഒരു പുള്ളി പണ്ട് പ്രാർത്ഥിക്കാൻ പോയാൽ, ഒരു പരീക്ഷ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് നിന്നു. അവൻ നിന്നുകൊണ്ട് ഭയങ്കര രസമാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താണെന്നറിയോ? തന്നോട് തന്നെ. നല്ല വാചകം, അത് സൂക്ഷ്മമായി വായിക്കണം. എന്നിട്ട് എന്താ പറയുന്നത്? പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പതാരം എടുക്കുന്നു. പിന്നെ അവിടെ ഒരു നിൽപ്പുണ്ട്, ഒരു ചുങ്കക്കാരൻ. ഈ നിൽക്കുന്ന എമ്മാനും എന്തുവാ ചെരുപ്പൂത്തി പോലൊന്നും അല്ല, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും. അതുപോലാണ് ഈ പുള്ളി പറഞ്ഞത്, കർത്താവേ, ഞാൻ മലിനം അശുദ്ധമോ ആയതൊന്നും ഇതുവരെ സോറി, ആൾ മാറിപ്പോയോ ഒരു സംശയം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെയാണ് ഇതിന്റെ അകത്തെ ഈ മുഴുവൻ കഥയുടെയും ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ എന്റെ ചോദ്യം, ഇതിൽ ആരാണ് കൂടുതൽ വിശുദ്ധൻ? മലിനവും അശുദ്ധവുമായത് ദൈവം പറഞ്ഞാലും കഴിക്കത്തില്ല എന്ന് പറയുന്ന പത്രോസാണ്, അതോ ഇതൊക്കെ കൊടുത്ത ദൈവമാണ്? ഇതിൽ ആരോടാണ് നമുക്കൊരു കുറച്ചുകൂടി ഒരു മതിപ്പ് തോന്നും? ആരാ നല്ലേ? ഈ അച്ഛൻ വേണ്ടാത്തതിനെല്ലാം ഉത്തരം പറഞ്ഞു, ഇന്നോന്ന് പറഞ്ഞു. ആരായിരിക്കും? പത്രോസാ നല്ലത്. കാരണം എന്താ? ചിലര് പറഞ്ഞില്ലേ, ദൈവം തമ്പുരാൻ വന്ന എന്റെ മനസ്സ് മാറൂല എന്ന് പറഞ്ഞവരെയാണ് ദൈവം തമ്പുരാൻ പറഞ്ഞാൽ എന്റെ മതം മലിനമെന്ന് പറയുന്ന, അശുദ്ധമെന്ന് പറയുന്ന ഒരു സാധനം ഞാൻ തിന്നൂല്ല മോനെ ദൈവമേ. അപ്പൊ ഇതിൽ ആരാ വലിയ പുള്ളി? ദൈവത്തെക്കാൾ വലിയ വിശുദ്ധിയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ പള്ളിയിലോട്ട് കയറി വരുമ്പോൾ ദൈവം സാറിങ്ങോട്ട്, കാരണം ദൈവം പോലും ഞെട്ടിപ്പോയി. ഇത്രയും ഒരു ഭക്തനെ ഞാൻ കണ്ടില്ലല്ലോ. പലയിടത്ത് പോയിട്ട് മുളക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരാളെ എനിക്ക് കാണാനായിട്ട്. ദൈവം പറഞ്ഞാലും മതം പറയുന്നതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഈ മലിനം അശുദ്ധം എന്ന ചിന്ത യഹൂദന്റെ ചിന്തയാണ്. യഹൂദന്റെ മനസ്സിലാണ് ഏതാണ് മലിനം, ഏതാണ് മലിനമല്ല, ഏതാണ് ശുദ്ധം, ഏതാണ് അശുദ്ധം. അപ്പൊ പത്രോസ് പഠിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ യഹൂദ മതം തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ ദൈവം പഠിപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല. കാരണം നമ്മളിപ്പോ പറയത്തില്ലേ, ഈ പിള്ളേർക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ഈ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നേരത്തെ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് അൺഇൻസ്റ്റാൾ ചെയ്യണം, അല്ലേ? അല്ലാതെ പറ്റൂല. അപ്പൊ നമ്മൾ പഴയ മതം പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാതെ ദൈവത്തിന്റെ പഠിപ്പിക്കൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെയാണ് പത്രോസിന്റെ പ്രശ്നം. പത്രോസിന്റെ സോഫ്റ്റ്വെയർ മുഴുവൻ യഹൂദന്റെ സോഫ്റ്റ്വെയർ. ഞാൻ ഈയിടെ ഈ കൊട്ടാരക്കര മറ്റേ ഷാബോയ പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗത്തിൽ ഞാൻ ഈ കുർബാനയെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, ഈ കുർബാന എന്നത് ഒരു ആപ്പല്ല, ഒരു സോഫ്റ്റ്വെയർ. എന്താണ് ഈ ആപ്പും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം? ആപ്പ് ആണെങ്കിൽ ഒരു മൂലയ്ക്ക് അവിടെ കിടന്നു, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറക്കാം, ഇഷ്ടമില്ലേ തുറക്കണ്ട.
അത് ഒരു തരത്തിലും സിസ്റ്റത്തെ നേരിട്ട് ബാധിക്കില്ല. അത് അവിടെ ഒരു മൂലയ്ക്ക് കടന്നു പോകും. ദൈവം എന്നത് ഒരു ആപ്പല്ല. ഇന്ന് സംഭവിക്കുന്നത് മതം ഒരു സോഫ്റ്റ്വെയറും ദൈവം ഒരു ആപ്പുമായി മാറിയിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് പോലും പുതുതായി ഒന്നും പഠിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് മതത്തിന്റെ സോഫ്റ്റ്വെയർ. ദൈവം ഒരു ആപ്പായി ഒരു മൂലയ്ക്ക് എവിടെയോ കിടക്കും. മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഇതുവരെ. ഇനി ദൈവത്തിന്റെ മറുപടിയാണ്. ഈ 10-ാമത്തെ അധ്യായം മനസ്സിലാക്കാനുള്ള താക്കോൽ എന്നത് ഈ പറയുന്ന 15-ാമത്തെ വാക്യമാണ്. അപ്പോൾ പത്രോസിന്റെ സോഫ്റ്റ്വെയർ യഹൂദ മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ്. പത്രോസിന്റെ കർത്താവിനോട് ഇഷ്ടമുണ്ട്, ദൈവത്തോട് ഇഷ്ടമുണ്ട്, പക്ഷെ അതൊരു ആപ്പാണ്. ഒരു തരത്തിലും തന്റെ ചിന്താഗതികളെ, തന്റെ മുൻവിധികളെ, തന്റെ തെറ്റിദ്ധാരണകളെ മാറ്റാൻ ഒരു കാരണവശാലും ദൈവത്തെ ആര് സമ്മതിക്കില്ല? പത്രോസ് സമ്മതിക്കില്ല. കാരണം പത്രോസിന്റെ സോഫ്റ്റ്വെയർ മതത്തിന്റെ സോഫ്റ്റ്വെയർ ആണ്. അതൊരു ജൂവിഷ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മുഴുവൻ കാര്യങ്ങളെയും, അത് മനുഷ്യനാവട്ടെ, വസ്തുവാവട്ടെ, സ്ഥലമാവട്ടെ, സാധനങ്ങളാവട്ടെ, എല്ലാത്തിനെയും ഏതിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്? മതത്തിന്റെ കണ്ണിലൂടെയാണ്. അപ്പോൾ ദൈവം പത്രോസിനോട് ചോദിക്കുന്ന ഒരു മറുപടിയോ, പത്രോസേ, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നത് എന്ത്? ഇതാണ് താക്കോൽ. അപ്പോൾ ചോദ്യം, ഒരു വ്യക്തി, ഒരു വസ്തു, ഒരു ദേശം മലിനമാണോ അശുദ്ധമാണോ എന്ന് പറയുന്നത് ദൈവമാണോ സഭയാണോ? ഇത് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. ആരോട്? അപ്പൊ പത്രോസ് പറയുന്നു, ഞാൻ മലിനവും അശുദ്ധവുമായത് കഴിക്കില്ല. അപ്പോൾ ദൈവം ചോദിക്കുന്നു, നീയാണോ തീരുമാനിക്കുന്നത് ഏതാണ് മലിനം ഏതാണ് അശുദ്ധമെന്ന്? ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ രാത്രി ആ ചോദ്യത്തോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുക. കാരണം ഈ ചോദ്യം വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളെ അൺലോക്ക് ചെയ്യാനായിട്ട്. ഇതാണ് അതിന്റെ പാസ്വേഡ്. ഇതാണ് ഇനിയുള്ള ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള നമ്മുടെ താക്കോൽ. ചോദ്യം, ദൈവമാണോ മതമാണോ തീരുമാനിക്കുന്നത് ഏതാണ് ശുദ്ധം ഏതാണ് അശുദ്ധം? ദൈവമാണോ മനുഷ്യനാണോ തീരുമാനിക്കുന്നത് ആരാണ് മലിനൻ ആരാണ് ശുദ്ധൻ? പ്രിയമുള്ളവരെ, ദൈവം ഒരു ആപ്പാണോ? ദൈവം ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും വർഷങ്ങളായി പല കാര്യങ്ങൾ ചിന്തിച്ചും ശീലിച്ചും വെച്ചിട്ടുണ്ട്. എന്നാൽ പുതുതായി ഒരു കാര്യവും ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ഇതിൻ്റെ അകത്തിരിക്കുന്നത് മാർത്തോമാ സോഫ്റ്റ്വെയർ ആണ്. ദൈവം ആരായി പോയി? ദൈവം ഒരു ആപ്പായി. അപ്പോൾ ഈ നാളെ നമ്മൾ മറ്റു 3 കാര്യങ്ങൾ പഠിക്കും. ദൈവം നമ്മുടെ സോഫ്റ്റ്വെയർ ആയി മാറുകയും മതം ഒരു ആപ്പായി മാറുകയും ചെയ്താൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മിൽ സംഭവിക്കും? ഇന്ന് എന്താണ് പറഞ്ഞത്? ഇന്ന് മതമാണ് സോഫ്റ്റ്വെയർ, ദൈവം ഒരു ആപ്പാണ്. അപ്പോൾ ഒരു തരത്തിലും എനിക്കിഷ്ടമില്ലാത്ത, എന്നിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ മറ്റു മതത്തിൽപ്പെട്ടവരെ, മറ്റു ജാതിയിൽപ്പെട്ടവരെ, മറ്റു സഭയിൽപ്പെട്ടവരെ എനിക്ക് അംഗീകരിക്കാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ബഹുമാനിക്കാനും കഴിയാതെ വരുന്നതിന്റെ കാരണം എന്റെ തലയ്ക്കകത്ത് മതത്തിന്റെ സോഫ്റ്റ്വെയർ, ദൈവം വെറും ഒരു ആപ്പായി ആ മൂലയ്ക്ക് ഇരിക്കുക. എന്നാൽ ദൈവത്തിന്റെ ചോദ്യം,
ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് പറയാൻ നമ്മളാര്? അതുകൊണ്ട് മതത്തെ ഇറക്കി വെച്ചിട്ട് ദൈവത്തെ തലയ്ക്കകത്തുകയില്ല. മതത്തെ ഒരാപ്പാക്കി മാറ്റി ദൈവത്തെ നമ്മുടെ ജീവിതത്തിന്റെ സോഫ്റ്റ്വെയർ ആക്കുക. അങ്ങനെ വരുമ്പോൾ അടിമുടി നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മാറും. ഇതുവരെ നമ്മൾ മനുഷ്യരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരെ കാണാൻ നമുക്ക് സാധിക്കും. ഏതൊക്കെ തരത്തിലാണ് ആ മാറ്റം ഉണ്ടാവുക എന്നുള്ളത് നാളെ